ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു വിളവെടുപ്പും അതുകൊണ്ടുള്ളൊരു തോരനും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഒരു ഒരു ടിൻ ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഇത് ചെയ്ത് തറയിൽ പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ചതിന് ശേഷം മണ്ണ് നിറച്ചിട്ട് കുറച്ച് ചീര കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചച്ചീരയാണ്. അപ്പോൾ ഞാനിവിടെ മേടിച്ച വിത്തെന്ന് പറഞ്ഞാൽ ചുമന്ന ചീരയും സുന്ദരി ചീര എന്ന് പറഞ്ഞ് തന്ന വിത്താണ്. പക്ഷേ അവരെന്നെ പറ്റിച്ചതാണ് കേട്ടോ. എന്തെല്ലാം കള്ളത്തരങ്ങളാണാവോ ഈ ലോകത്ത് നടക്കുന്നത്. ഞങ്ങളിവിടെ കോഴഞ്ചേരിയിൽ പുഷ്പമേളയ്ക്ക് പോയപ്പോൾ മേടിച്ച വിത്താണ്. പക്ഷേ എല്ലാം പച്ചച്ചീരയാണ്. അപ്പോൾ അതെന്തായാലും ഇവിടെ നല്ല പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ചീര കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു തരി പോലും വിഷാംശം ഇല്ലാത്ത ചീരയാണ്. ഞാനിവിടെ ചേർക്കുന്ന വളമെന്ന് പറഞ്ഞാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത് മൂന്നും കൂടെ ഓരോ കിലോ വീതം മേടിച്ച് അത് നികത്തെ വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു പീസ് ശർക്കരയും കൂടെ ഇട്ട് വെച്ച് ഒരു 7-8 ദിവസം നല്ലപോലെ ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം അതിൽ 10 ഇരട്ടി, ഇപ്പോൾ ഒരു കപ്പ് ആ ലായനി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 10 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് അങ്ങനെ ഒഴിച്ചു. പിന്നെ ചാണകപ്പൊടി, ഇങ്ങനെ നല്ല വളങ്ങൾ മാത്രം, വിഷമാംസം ഒന്നുമില്ലാത്ത വളം ഉണ്ടാക്കിയെടുത്ത ചീരയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് വലിയൊരു മനസ്സിനൊരു വലിയ സന്തോഷവും നമ്മുടെ എല്ലാ മനവിഷമങ്ങളൊക്കെ മാറിപ്പോവും. അപ്പോൾ ആ ചീര നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി ആ തണ്ടെല്ലാം അതിൻ്റെ നാരെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വെള്ളം വാലാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം തോർന്ന് കിട്ടിയതിന് ശേഷം ഞാനിതാ ആ ചീര എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ ആദ്യം ഞാൻ ഇട്ടിട്ടുള്ളത് 1-2 ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്ന ചെറിയ വീഡിയോ. അപ്പോൾ അതിനൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ എടുക്കുന്ന വിളവെടുപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇപ്പോഴും ചീര ഇങ്ങനെ ഒത്തിരി വന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഒന്ന് എടുത്തിടാമെന്ന്. അപ്പോൾ ഇത് കൃഷി ഇഷ്ടമുള്ളവർ ഒത്തിരി ഉണ്ടല്ലോ. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനലെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് ഏകദേശം എല്ലാം കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചീരയൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിൽ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാളയും ഒരു 3 പച്ചമുളകും കൂടെ, വലിയ എരിയില്ലാത്ത പച്ചമുളക് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ നമുക്ക് അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്ന് വഴറ്റി സവാള ഒന്ന് വാടിയപ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇച്ചിരി തോന പോലെ തോന്നിക്കും, പക്ഷേ ഈ ചീര വെന്ത് വരുമ്പോഴത്തേനും ഇച്ചിരിയേ കാണത്തുള്ളൂ. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ തോരൻ ആവശ്യത്തിനുള്ള ഒരു അരപ്പുണ്ടാക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലൊന്നും അടിക്കാതെ ചെയ്യുക. അപ്പോൾ ഞാനൊരു 1.5 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചുമന്നുള്ളിയും കൂടെ നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഞെരടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ ചതച്ചിട്ടും ഉണ്ടാക്കുക, ജീരകമൊക്കെ ചേർത്ത് ഉണ്ടാക്കുക എളുപ്പത്തിൽ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചീരയ്ക്കൊന്നും ഒത്തിരി എരിയായാൽ കൊള്ളത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഞെരടിയതിന് ശേഷം ഞെരടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൃഷി ഒന്ന് ചെയ്ത് നോക്കണം. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരിയെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര കണ്ടോ, ഇപ്പോൾ നല്ലപോലെ വെന്ത് താന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കുറേശ്ശെയെങ്കിലും ബക്കറ്റുകളിലോ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാനിതാ അരപ്പും കൂടെ ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് ഇതാക്കി നമുക്കിതൊന്ന് ആവി കയറ്റി അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഒത്തിരി ഒന്ന് വെന്ത് കുഴയാത്ത രീതിയിൽ ചീരത്തോരൻ ഇരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി കുഴഞ്ഞു പോയാൽ അതിനൊരു കാണാനും ഒരു ഭംഗി കാണത്തില്ല, കഴിക്കാനും അതിപ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതെ. അപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചീര തോരൻ ഇവിടെ ഒട്ടും വിഷമില്ലാത്ത നല്ല ചീരത്തോരൻ ഇവിടെ റെഡിയാക്കിയിട്ടിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. ബായ്.